ഓ ഇന്നലെ അടിച്ചതിൻ്റെ ഹാങ് ഓവർ പറയട്ടില്ല. 2 അടിക്കേണ്ട രക്ഷയില്ലോ. സാധനം ഇട്ടിരിക്കുകയാണ്. ഇതടിക്കണമെങ്കിൽ ഇപ്പം ഈ സാധനം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടിക്കണവനും കുഴപ്പമില്ല, കാണുന്നവനും കുഴപ്പമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിങ്ങടെ കാണിക്കുമ്പോൾ തന്നെ എല്ലാവരും മദ്യം അങ്ങ് നിർത്തും. ഭയങ്കര സംഭവം കേട്ടാ. അമ്പട ഞാനേ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് പുച്ഛവാ. കള്ളുടിയന്മാർ, പണിക്കും പേരക്കും പോകാത്തവന്മാർ, അലബലാദികൾ. നിങ്ങൾക്ക് കള്ളുടിക്കുന്നവൻ്റെ വിഷമം എന്താണെന്നറിയോ? അവൻ്റെ ദണ്ണം എന്താണെന്നറിയോ? അറിയില്ല. സെൽഫിഷാ നിങ്ങളൊക്കെ. യു ആർ ഓൾ സെൽഫിഷ്. അവൻ്റെ മനസ്സിൻ്റെ വിഷമം ഒന്നോർത്തോ. ഇഹലോക ജീവിതം ശാശ്വതമല്ല. ഇഹലോക ജീവിതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതല്ലേ മനുഷ്യ. ഇന്നല്ലെങ്കിൽ നാളെയെല്ലാം വെടിഞ്ഞു യാത്ര തിരിക്കുമല്ലോ. ഇഹലോക ജീവിതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതല്ലേ മനുഷ്യ. ഇന്നല്ലെങ്കിൽ നാളെയെല്ലാം വെടിഞ്ഞു യാത്ര തിരിക്കുമല്ലോ. നമുക്കിന്ന് നിർത്താം. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ആ സമയത്ത് ശല്യപ്പെടുത്തരുത്. 1 2 3 4. ജീവിതം ശാശ്വതം മനസ്സിൽ കരുതല്ലേ മനുഷ്യ. ഇന്നല്ലെങ്കിൽ നാളെയെല്ലാം വെടിഞ്ഞു യാത്ര തിരിക്കുമല്ലോ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷവും. കള്ളുടിയന്മാരെ കുറിച്ച് വീട്ടുകാർക്ക് ഭയങ്കര പരാതി. പണിക്കും വേലക്കും പോവില്ല. പണിക്ക് പോകാൻ ആഗ്രഹമില്ല എന്നിട്ടാണ്. അല്ല അറിയോ, വാർക്കപ്പണിക്ക് പോയാ വിയർപ്പിന്റെ അസുഖമുണ്ട്. റോഡ് പണിക്ക് പോകാന്ന് വെച്ചാല പൊടി അലർജി. എന്നാ പിന്നെ പെയിന്റ് പണിക്ക് പോകാന്ന് വെച്ചാല സ്കിൻ ഡിസീസ്. എന്നാ പിന്നെ റിയൽ എസ്റ്റേറ്റ് പോകാന്ന് ചോദിച്ചാല അലച്ചില്. എന്നാ കൊട്ടേഷന് പോകാന്ന് ചോദിച്ചോ ഉഴിച്ചില്. ഇതെല്ലാം പോട്ടെ സീരിയലിന് പോകാന്ന് ചോദിച്ചാല കരച്ചില്. പിന്നെ എങ്ങനെ പണിക്ക് പോകും? എന്നാ കൂലിപ്പണിക്ക് പോയിക്കൂടെ എന്ന്. കൂലിപ്പണിക്ക് പോയുള്ള അവസ്ഥ അറിയോ നിങ്ങൾക്ക്? അത് കണ്ട് മനസ്സിലാക്കണം. ബേസിക്കലി സാധാരണക്കാർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു നേക്കഡ് ട്രൂത്ത് ചടലുമായി സംസാരിക്കാൻ പറ്റിയ ഭാഷ ഇംഗ്ലീഷാണ്. കാര്യം നേക്കഡ് ട്രൂത്ത് ഉണ്ട്. കള്ളുടിയന്മാർ പൊതുവെ കലാകാരന്മാരാണ്. ഓൾ കള്ളുടിയൻസ് ആർ ഈസ് ദ ആർട്ടിസ്റ്റ്. സത്യം.
കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയലയൻ അങ്ങേ കടലിൽ പള്ളിയൊറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ്? പാട്ടല്ല, ഏമ്പക്കം ഏമ്പക്കം. സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്ന് കയറിയത് ബിവറേജിൻ്റെ മുൻപിൽ, സിംഹത്തിൻ്റെ മടയിൽ. സിംഹത്തിൻ്റെ മടയിൽ ചെന്നപ്പോൾ ഞാൻ സിംഹവും ഒറ്റക്കൊറ്റക്ക്. സിംഹത്തിന് നല്ല വിശപ്പ്, എന്നെ തിന്നുകളഞ്ഞാൻ. പക്ഷെ എന്നെ തിന്നില്ല. കാരണം എന്താ? സിംഹം അന്ന് നോമ്പായിരുന്നു. രക്ഷപ്പെട്ടില്ലേ അമ്പട ഞാനേ. കാട്ടിലെ മലങ്കാടുകളും പുഴകളും തോറുകളും മലചൊരിയുന്ന രാമശരണം രാമശരണം. അതിലേ വാ ഇതിലേ വാ ശരണം. ഇങ്ങോട്ടൊന്ന് വാ ഇങ്ങോട്ടൊന്ന് വാ, ഓടിവായോ ഓടിവായോ. ഇത്രയും കാലം എവിടെയായിരുന്നു? സിംഹത്തിൻ്റെ മടയിൽ നിന്ന് സംഗീതം പഠിച്ചിറങ്ങുന്ന വഴി കാട്ടിലെ ദർബാർ എന്ന് പറഞ്ഞ ബാറുണ്ട്. ആ ബാറിൽ നിന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് ദർബാർ രാഗത്തിൽ ഞാനൊരു കീർത്തനം പാടി മുഴുമിക്ക് മുമ്പ് ചുറ്റും കുറേ മാനുകൾ വന്ന് നിന്ന് കരയുക. ഒരേ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, പ്ലീസ് മാൻ ഡോണ്ട് ക്രൈ, ദേ ആർ ക്രൈങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അവർ നിർത്താതെ കരയുക. ചങ്ക് വിട്ടുപോയി. ഞാൻ പാടി. അവരെന്തിനാ കരഞ്ഞെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ല. എനിക്ക് മുമ്പ് ഒരുത്തം വന്ന് ഈ കൂട്ടത്തിലൊരു മാനിൻ്റെ അമ്മേനെ കൊണ്ടുപോയി കൊന്ന് അതിൻ്റെ തോലുകൊണ്ടുണ്ടാക്കിയ ചെണ്ട കൊണ്ടാണ് ഞാൻ കൊട്ടിപ്പാടിയത്. ഇത് ഇവർക്ക് എങ്ങനെ മനസ്സിലായെന്നായിരിക്കും. ഞാൻ പാടിയ പാട്ട് ഇതല്ലേ, കാട്ടിലെ മാനിൻ്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട ചെണ്ട. ഇതാ പറയുന്നത്. ചങ്ക് പൊട്ടി പാടുന്ന ഒരു കള്ളുകുടിയുടെ വിഷമം ചുറ്റും നിൽക്കുന്ന മാനുകൾക്ക് മനസ്സിലായില്ല. കാട്ടിലെ മാനല്ല, നാട്ടിലെ മാൻ. മനുഷ്യർക്ക് മനസ്സിലാവില്ല. അതിരാത്രി ഓട്ടുകൾ വളക്കെ ജനലുകൾ ഇളക്കി അതിലൂടെ തലകുത്തി ഇറങ്ങുന്ന പണിയല്ലേ. Hai Subhash. 1, 2, 3, 4. Indrarattam. Hai Indrarattam. കടൽ നോക്കിയിരുന്നു വൈകിട്ട് ഞാൻ പോകും കള്ള് ഷാപ്പില്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പാമ്പ് അല്ലേ ഞങ്ങൾ? പാമ്പ് ഡീസൻ്റായിട്ട് അന്തസ്സായിട്ട് നടക്കുന്ന ഞങ്ങളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് പാമ്പ്. ഞങ്ങൾക്ക് എന്തോരം പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ 8 മണി മുതൽ രാത്രി 9 മണി വരെ ഈ നിലങ്ങി ഇഴങ്ങി പോകുന്ന ഈ ക്യൂവിൽ നിന്ന് കൗണ്ടറിലെത്തുമ്പോൾ ഷട്ടറിട്ട് കളയുന്ന ബിവറേജിലെ കാപാലികരെ നിങ്ങൾക്കറിയോ? ഒരു പാമ്പിൻ്റെ വിഷമം, ഒരു പാമ്പിൻ്റെ ദണ്ണം, ഒരു പാമ്പിൻ്റെ പൊളച്ചില് അറിയില്ല. ശരിക്കല്ലേട്ടാ, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ കാര്യങ്ങൾ? നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നു. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ ഇഷ്ടം പോലെ
ഞങ്ങളുടെ കുടിയന്മാരുടെ നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങളുടെ സേവന മനോഭാവം, അർപ്പണബോധം, സാമൂഹ്യ സേവനം ഇവയെക്കുറിച്ച് ആദ്യമായി ഒരു ചാനൽ ഇതുപോലെ എല്ലാം റെഡിയാക്കി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇതാ ടെലികാസ്റ്റിംഗ് ചെയ്യുന്നടേ, കാണിച്ചു തന്നെ കണ്ടോ. എന്നും ശാന്തമായ ക്യൂ കാണുന്ന സ്ഥാപനത്തിന് മുന്നിൽ അഭയാർത്ഥികൾ കൂട്ടം തെറ്റി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. നോക്കുമ്പോൾ മഴ ദുരന്തം. ബിവറേജസ് ഔട്ട്ലെറ്റിനുള്ളിൽ മഴവെള്ളം കയറി നാശമായിരിക്കുന്നു. ഈ മഴവെള്ളം പമ്പ് ചെയ്ത് കളയാതെ മറ്റേ വെള്ളം തരില്ലെന്ന് ജീവനക്കാർ പറഞ്ഞതോടെ ഒരു 100 ഹൃദയങ്ങൾ തകർന്ന് തരിപ്പണമായി. ആ കണ്ണുകൾ വേദനയുടെ ആഴം കാട്ടിത്തന്നു. നിരാശ കലർന്ന ചിരികളും ദുഃഖഭാരം തൂങ്ങുന്ന മുഖങ്ങളും. നോക്കുമ്പോൾ ആരോരുമില്ലാത്ത അനാഥരായി കോണ്ടസ ഫുള്ളുകൾ ചെളിവെള്ളത്തിൽ കിടക്കുന്നു. എങ്കിലും ഒരാശ്വാസമുണ്ടായിരുന്നു. കുറെ നേരം വെള്ളത്തിൽ കിടന്നാൽ പിന്നെ ഐസ് വേണ്ടിവരില്ല. പരിചയക്കാർ കാണാതെ മുഖം മറച്ചു വന്നവർ സംഗതി കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ അടുത്ത ആശ്വാസ കേന്ദ്രം തേടി ഓടി. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. ഏറെ നേരമായിട്ടും വെള്ളം അടിച്ചു കളയാനുള്ള യന്ത്ര സംവിധാനം വർക്ക് ചെയ്യുന്നില്ല. മോട്ടോർ പമ്പ് വെള്ളം കുടിക്കുന്നുമില്ല, നമ്മളെയൊട്ട് കുടിപ്പിക്കുന്നുമില്ല. ഒടുവിൽ ആ ആനന്ദ നിമിഷം സമാഗതമായി. ദാ പോകുന്നു ദുഷ്ടനായ മഴവെള്ളം പുറത്തേക്ക്. ചവിട്ടി കൊല്ലണം. ഒടുവിൽ 5 മണിയോടടുപ്പിച്ച് കുടിവെള്ളം കിട്ടിത്തുടങ്ങിയതോടെ കുടിയൻ സന്തോഷത്തിലായി. ഇനി വേണം ആനന്ദ നൃത്തമാടാൻ. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾക്കറിയോ, ഞങ്ങൾ മദ്യപാനികൾ കുരുത്തമുള്ളവരാ. കുരുത്തം അക്ഷരം പഠിപ്പിച്ച വിദ്യാലയം പൊളിച്ചു മാറ്റി എന്ന് പറഞ്ഞാലും ഞങ്ങൾ അനങ്ങൂല. പക്ഷേ ഞങ്ങൾക്ക് ദാഹജലം തരുന്ന ബിവറേജ് പൊളിച്ചു മാറ്റാൻ പോകുന്നു എന്നറിഞ്ഞാൽ ജീവൻ വെടിഞ്ഞും കുഞ്ഞപ്പച്ചേട്ടന്മാരിവിടെ അണിനിരക്കും. കുഞ്ഞപ്പച്ചേട്ടാ, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോ. ഈ നാട്ടിലെ മദ്യപാനികളെല്ലാം നിങ്ങളോടൊപ്പമുണ്ട്. ജീവൻ വെടിയാൻ തയ്യാറാണ് ഞങ്ങൾ. ഒരു കുപ്പി വാങ്ങണമെങ്കിൽ 60 രൂപ ഓട്ടോ കാശ് മുടക്കി നഗരത്തിലെത്തണം. സൈക്കിളിൽ പോയി പിടിക്കപ്പെട്ടാൽ മിനിമം 1000 രൂപ പെറ്റിയടിക്കും. സാധാരണ മദ്യവിൽപ്പനശാലകളിൽ നിന്നും വ്യത്യസ്തമായി ഉപഭോക്താക്കൾക്ക് ക്യൂ പാലിക്കാൻ ധാരാളം സ്ഥലമുള്ള ഒരു ഔട്ട്ലെറ്റ് ഇവിടെയുള്ളപ്പോൾ ഞങ്ങൾ ഈ കഷ്ടതകൾ സഹിക്കേണ്ട കാര്യമുണ്ടോ? അരുത്, അത് പൊളിച്ചു മാറ്റരുത്. അത് ഞങ്ങളുടെ തറവാടാണ്, ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ സർവസ്വമാണ്. അതിൽ നിന്നും കിട്ടുന്ന ദാഹജലം കുടിച്ച് അവിടെ എവിടെയെങ്കിലും കുടിയടപ്പ് അവകാശം തന്നാൽ മാത്രം മതി, ഞങ്ങൾക്ക് മാത്രം മതി. തുടർന്ന് വിൽപ്പനശാല തുറന്നു കിട്ടും എന്ന് ഉറപ്പ് ലഭിച്ചതോടെ ആഹ്ലാദ പ്രകടനമായി. അല്ലേ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പാമ്പുകൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ 2 അടിച്ച് എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങി കിടന്ന് ഉറങ്ങിയാൽ ഞങ്ങൾ ആർക്ക് ശല്യപ്പെടുത്തില്ല. എന്നാലും നിങ്ങൾ പറയും ഞങ്ങൾ പാമ്പുകൾ നിങ്ങൾക്ക് ശല്യമെന്നാണ്. ഞങ്ങളുടെ കാര്യം പോട്ടെ, ഒറിജിനൽ പാമ്പിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്ക്. ഒറിജിനൽ പാമ്പിനാണെങ്കിൽ മനുഷ്യനും ഉപദ്രവിക്കില്ല. പക്ഷേ നാൽക്കാലിക മൃഗങ്ങൾ അവരെ വെറുതെ വിടുവോ? ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കരിയണമേ. പറമേളം കണ്ടെങ്കിലും മരമണിക്കിണികിണി പലതാളം തക്കിടകിട തകത ഒരിയുടെ പെരയരുത്. അമ്മ ഹോയ് ഹോയ് അളവുകളുടെ ചുടുപകിടകൾ ഉരുളണ ഒരുവരം ഇനി അതിനരുളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണ്ണങ്ങി തുണുങ്ങി മണ്ണുങ്ങി കലങ്ങി വിലങ്ങി കുരുങ്ങി പരുങ്ങി. അയ്യേ, ഈ മരമടയനു ഞാനത് കല്ലടവൂ. കുന്നും മേലഞ്ചാറത്തിലെ തെളിപിടി കടലുകൾ ഒരു തൂകുന്നിത്തൈ വെച്ചാരടോ.
വായിച്ചു ചെന്നപ്പം മാങ്ങാ പഴം തൊലിയെടുതൊരു തൊലിയടിയിലൊരടികുഴവി അമ്മ ഹോയ് ഹോയ് കുഴവിയിലെഴുപത് കിഴവികൾ അഴകൊടു ചറപറ ചറപറ ഇടിയിടിയോ ഈട്ടിക്കും വീട്ടിക്കും വലിക്കും കോഴിക്കും കറിക്കും നുറുക്കും ചെറുക്കും ചതക്കും മുറിക്കും തോലിക്കും കുരുമുളക് അരിപടി ഒരു പിടി വിതറിപിടും അരിടക്കിപ്പൊക്കത്തു ഈഴല്ലേ കുയ്യാനേ നിന്നിത്തം തന്നിത്തം ഗതിന്താരോ പിടയാനെ പിടയ്ക്കും പൂഞ്ചാവൽ കോഴിത്താൻ പിന്നാലെ കൂറുത്തൻ തെയ്യന്താരോ. അയ്യോ സോറി, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചു. വരൻ നമ്മുടെ എറണാകുളത്ത് ബിവറേജിൽ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളാണ്. സ്ത്രീധനം കൊടുക്കുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ 5 ലക്ഷം രൂപയും 50 പവൻ സ്വർണ്ണവും. ഈ സ്ത്രീധനം കൊടുത്താൽ നല്ല ആളെ കിട്ടുമെന്നാ? നല്ല ആളെ കിട്ടും, പക്ഷെ ക്യൂ നിൽക്കാണ്ട് സാധനം കിട്ടോ? ഞാൻ പല സ്ഥലത്തും പോയി കൊഞ്ഞു വന്ന ബീറിന്, എന്നിട്ട് ഞാൻ കുപ്പിയാ വാങ്ങിയത്. ഒരു ബീറടിക്കുന്ന എന്നെ മദ്യപാനിയാക്കാണ് ഈ ഗവൺമെന്റ് ബീവറേജ്. വിഷുദിനത്തിൽ ലഹരി നുണയാനെത്തിയ കോഴിക്കോട്ടെ കുടിയന്മാർക്ക് ബിയറിന്റെ കയ്പ്. പൊള്ളുന്ന മേടത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ ബിയറില്ല, പക്ഷെ ബാറിലുണ്ട്. പിന്നെ എങ്ങനെ രോഷം വരാതിരിക്കും? ഞാൻ എല്ലാ സ്ഥലത്തും പോയിക്കണ്, എല്ലാ ബീവറേജിലും ബീറില്ല, ബീറിഞ്ചി കിട്ടിയിട്ടില്ല. മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷം നിരാശരാകേണ്ടി വന്ന പലർക്കും പരാതി. ഇത് ഭീഷണിയല്ല, രോദനം. ഒരച്ഛന്റെ രോദനം, ഒരച്ഛന്റെ രോദനം. വിഷുദിനത്തിൽ രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തെ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ വൻ തിരക്കായിരുന്നു. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ പലരും സ്വന്തമാക്കിയത്. ഓ, ഞാനൊന്നും പറയുന്നില്ലേ? നമ്മൾ രണ്ടെണ്ണം അടിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ നിങ്ങൾ പറയും പട്ടിയെപ്പോലെ കുരക്കുന്നുണ്ടില്ലേ വെള്ളം അടിച്ചിട്ടെന്ന്. എന്നാൽ ഞങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നാലോ? ഓ, അവൻ പൂച്ചയെപ്പോലെ പതുങ്ങിയിരിക്കുന്നു. എന്നാലും ശരിക്കും ഈ പൂച്ചയും പട്ടിയും വെള്ളം അടിച്ചാൽ നിങ്ങൾ എന്തോ ചെയ്യും? പറ, എന്തോ ചെയ്യും? നിങ്ങൾക്ക് ഞങ്ങൾ മദ്യപാനികളെ പുച്ഛവ അല്ലേ? ഞങ്ങൾ ദുർബലർ, കേവലർ, അസംഘടിതർ. പക്ഷേ ഉണ്ടല്ല, നിങ്ങൾ ഒന്നാലോചിക്കണം. ഇവന് വേണ്ടി ഞങ്ങൾ ഒത്തുകൂടിയ പിന്നെ കേരളം ഞങ്ങളെ കൊണ്ട് സുനാമിയാ. ആ സുനാമിയിൽ നിങ്ങൾ അടിഞ്ഞു തീരും എല്ലാം. അയ്യോ സോറി. ഇന്ത്യയിൽ നിന്ന് ഞാൻ
ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? പ്രിയമുള്ളവരെ, ഇനി സമൂഹത്തിൽ എങ്ങനെ ഒരു നല്ല മദ്യപാനിയെ വാർത്തെടുക്കാം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തന്നെ അവൻ കുപ്പിപ്പാൽ കുടിക്കുന്ന സമയത്ത് തന്നെ അവൻ നല്ലൊരു മദ്യപാനിയാണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് അവൻ കുപ്പിപ്പാൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് തട്ട് മാറ്റുകയാണെങ്കിൽ ഉറപ്പിക്കാം അവൻ തീർച്ചയായും ഭാവിയിൽ ഒരു മദ്യപാനിയാകും. ആ സമയം നമ്മൾ മുതലെടുക്കണം. എന്നിട്ട് തണുപ്പിച്ച ബിയറോ മദ്യം കലർന്ന പാനീയങ്ങളോ അവന് നൽകുക. അത് കൊടുത്ത് വലുതാകുമ്പോൾ അവൻ തികഞ്ഞ ഒരു മദ്യപാനിയായി തീരും. ഇത്തരത്തിൽ വളരുന്ന കുട്ടികളെ നിങ്ങൾക്ക് പാമ്പെന്നോ പഴുതാരയെന്നോ നാമധേയങ്ങളിൽ വിളിക്കാവുന്നതാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ കറക്റ്റ് പോലെ. Yeah.